guys, it's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട കേരളത്തിലെ വിദ്യാർത്ഥികളെ, നിങ്ങളുടെ കലണ്ടർ, വിദ്യാഭ്യാസ കലണ്ടർ വന്നിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ കലണ്ടറാണ്. നിങ്ങളുടെ ഓണപരീക്ഷ എപ്പോൾ നടക്കുന്നു, പാദവാർഷിക, രണ്ടാം പാദവാർഷിക അഥവാ ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാം, പ്രാക്ടിക്കൽ എക്സാം, നിങ്ങൾക്ക് ലഭിക്കുന്ന അവധികൾ, ഇതെല്ലാം സംബന്ധിച്ചിട്ടുള്ള വിദ്യാഭ്യാസ കലണ്ടർ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാഭ്യാസ കലണ്ടർ പുറത്തുവിട്ടിരിക്കുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാം പാദവാർഷിക പരീക്ഷ, അതായത് നിങ്ങളുടെ ഓണപരീക്ഷ നടക്കുന്നത് ഈ വർഷം 2024 സെപ്റ്റംബർ 2 മുതൽ 12 വരെയാണ്. സെപ്റ്റംബർ 2-ാം തീയതി തൊട്ട് 12-ാം തീയതി വരെയാണ് ഓണപരീക്ഷയുടെ ഡേറ്റ് വരുന്നതെങ്കിൽ ക്രിസ്മസ് പരീക്ഷ വരുന്നത് ഡിസംബർ 10 മുതൽ ഡിസംബർ 20 വരെയാണ്. ഓക്കെ, ഇനി +2 വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 1 മുതൽ 15 വരെയാണ്. പ്രാക്ടിക്കൽ പരീക്ഷയുടെ സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി 1 മുതൽ 15 വരെയാണ്. അടുത്തതായിട്ട് +1-ന്റെയും +2-ന്റെയും മോഡൽ എക്സാം നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 17-ാം തീയതി മുതൽ 21-ാം തീയതി വരെയാണ്. ഫെബ്രുവരി 17-ാം തീയതി മുതൽ 21-ാം തീയതി വരെയാണ്. അടുത്തതായിട്ട് വാർഷിക പരീക്ഷ, അതായത് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന +1-ന്റെയും +2-ന്റെയും ഒക്കെ മെയിൻ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്ന ഡേറ്റ് മാർച്ച് 3 മുതൽ മാർച്ച് 28-ാം തീയതി വരെയാണ്. ഓക്കെ, മാർച്ച് 3 മുതൽ മാർച്ച് 28 വരെ കറക്റ്റ് ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ടും ഈ വർഷം +2 പഠിക്കുന്ന കുട്ടികൾക്ക് മാർച്ച് 28 കൂടി അവരുടെ ഹയർ സെക്കൻഡറി ജീവിതം കഴിയും. +1 വിദ്യാർത്ഥികളുടെ +1 ജീവിതം മാർച്ച് 28 കൂടി കഴിയും. മാർച്ച് 29 കൂടി +2 സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഇനി അവധികളെ കുറിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായി ശ്രദ്ധിക്കുക. ഓണത്തിന്റെ അവധിക്ക് സ്കൂൾ അടയ്ക്കുന്ന ദിവസം സെപ്റ്റംബർ 13-ാം തീയതിയാണ്. സെപ്റ്റംബർ 13-നാണ് ഓണാവധി വരുന്നത്. ഇനി ഓണാവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന ദിവസം സെപ്റ്റംബർ 23-ാം തീയതിയാണ്. ഇനി ക്രിസ്മസ് എക്സാമിന്റെ എക്സാം കഴിഞ്ഞ് സ്കൂൾ അടയ്ക്കുന്ന ദിവസം ഡിസംബർ 20-നും തുറക്കുന്നത് ഡിസംബർ 30-നുമാണ്. അതായത് ഡിസംബർ 31-നും ക്ലാസ് ഉണ്ട്, ജനുവരി 1-നൊക്കെ ക്ലാസ് ഉണ്ട് കേട്ടോ. ഇനി മധ്യവേനൽ അവധിക്ക് സ്കൂൾ അടയ്ക്കുന്നത്, അതായത് അടുത്ത വർഷം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് മാർച്ച് 28-ാം തീയതിയാണ്. അപ്പോൾ ഏകദേശം കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വിദ്യാഭ്യാസ കലണ്ടറാണ് പുറത്തുവിട്ടത്. ഇത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കാണ് കൂടുതൽ ഡേറ്റുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികളുടെ ഡേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ വരും. തിരക്കണ്ട, ടിക്കറ്റ് എടുക്കണ്ട. +1 +2 പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നേരെ MS സൊല്യൂഷൻസിന്റെ വാട്സപ്പ് ചാനലിലേക്ക് വന്നോളൂ. അതുപോലെ +1 +2 എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കുട്ടാ. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.